ഹായ്, നമ്മുടെ അടുത്ത ടോപ്പിക്ക് ഇൻവേഴ്സ് ട്രാൻസ്ഫോം യൂസിങ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ എന്താണ് ഡെറിവേറ്റീവ്സിൻ്റെ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാണുന്നതെന്ന് നോക്കാം. നമ്മുടെ ഫോർമുല ഇഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ദെൻ എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുലയാണ്. ടി ഇൻറ്റു എഫ് ഓഫ് ടി മൾട്ടിപ്ലിക്കേഷൻ ബൈ ടിയുടെ ഫോർമുലയാണ്. ദെർഫോർ ഈ എൽ ഇപ്പുറത്തോട്ട് വരുമ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു എഫ് ഓഫ് ടി. അപ്പോൾ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്ത് നമ്മൾ ഇൻവേഴ്സ് കാണുമ്പോൾ നമ്മൾ ഈ ഫോർമുലയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. എൽ ഇൻവേഴ്സ് ഓഫ് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു എഫ് ഓഫ് ടി. ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് എഫ് ഓഫ് ടി കാണാം. ഈ ടി ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ മതി, എഫ് ഓഫ് ടി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഫോർമുല വെച്ചിട്ട് പ്രോബ്ലംസ് നോക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ലോഗ് എസ് പ്ലസ് എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ബി. അപ്പോൾ ലോഗിൻ്റെ പ്രോബ്ലം വരുമ്പോഴാണ് നമ്മൾ ഡെറിവേറ്റീവ്സിൻ്റെ ഫോർമുല യൂസ് ചെയ്ത് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. അത് നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക. ലോഗ് വരുമ്പോഴെല്ലാം നമ്മൾ ഡെറിവേറ്റീവ്സിൻ്റെ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എസ്സിലുള്ളൊരു ഫംഗ്ഷനാണ്. സോ വി ടേക്ക് ദിസ് ആസ് എഫ് ഓഫ് എസ്. ലെറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ലോഗ് എസ് പ്ലസ് എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ബി. ദിസ് ഈസ് ഈക്വൽ ടു, ഇതിപ്പോൾ ലോഗ് എ ബൈ ബി ഫോമാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് എഴുതാം. ലോഗ് എസ് പ്ലസ് എ മൈനസ് ലോഗ് എസ് പ്ലസ് ബി. അത് അവിടെ ഇരുന്നോട്ടെ. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ബൈ ടിയുടെ ഫോർമുല എഴുതുകയാണ്, ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതുകയാണ്. നൗ എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി. എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്താ നമുക്കറിയാം, മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. ഇതാണ് ഫോർമുല. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് നമ്മുടെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ലോഗ് എസ് പ്ലസ് എ മൈനസ് ലോഗ് എസ് പ്ലസ് ബി അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ലോഗ് എസ് പ്ലസ് എയുടെ ഡെറിവേറ്റീവ് എന്താ, ലോഗ് എസ് പ്ലസ് എയുടെ ഡെറിവേറ്റീവ് 1 ബൈ എസ് പ്ലസ് എ. 1 ബൈ എസ് പ്ലസ് എ മൈനസ് ഹിയർ ഓൾസോ 1 ബൈ എസ് പ്ലസ് ബി. ഇത് കിട്ടി. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ബിക്കംസ് പോസിറ്റീവ്. മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് നെഗറ്റീവ് ആകും, ഇത് പോസിറ്റീവ് ആകും. സോ 1 ബൈ എസ് പ്ലസ് ബി മൈനസ് 1 ബൈ എസ് പ്ലസ് എ. നമുക്ക് കിട്ടിയത് എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടി ഇൻറ്റു എഫ് ഓഫ് ടി എങ്ങനെ എഴുതും, എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇത് പോകുന്നത്. എഫ് ഓഫ് ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻവേഴ്സ് ഫംഗ്ഷനിലെല്ലാം ക്യാപിറ്റൽ എഫ് ഓഫ് എസ് തന്നിട്ടുണ്ടാവും. അവിടെ നമ്മൾ സ്മോൾ എഫ് ഓഫ് ടി ആണ് കണ്ടുപിടിക്കുന്നത്. സോ ടി ഇൻറ്റു എഫ് ഓഫ് എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഇവിടുന്ന് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് പ്ലസ് ബി മൈനസ് 1 ബൈ എസ് പ്ലസ് എ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കാം. Therefore, t into f of t is equal to L inverse of this function, that is 1 by s plus b minus 1 by s plus a. So this is equal to, ഓരോന്നിലും നമ്മൾ ഇൻവേഴ്സ് അപ്ലൈ ചെയ്യുന്നു. സോ 1 ബൈ എസ് പ്ലസ് ബിയുടെ ഇൻവേഴ്സ് എന്താ, നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റണം, ഇ റൈസ് ടു മൈനസ് ബി ടി മൈനസ് ദിസ് ഈസ് ഇ റൈസ് ടു മൈനസ് എ ടി. സോ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ബി ടി മൈനസ് ഇ റൈസ് ടു മൈനസ് എ ടി. ദെർഫോർ വാട്ട് ഈസ് എഫ് ഓഫ് ടി, എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ബി ടി മൈനസ് ഇ റൈസ് ടു മൈനസ് എ ടി ഡിവൈഡഡ് ബൈ ടി. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ ബി ടി മൈനസ് ഇ റൈസ് ടു മൈനസ് എ ടി ഡിവൈഡഡ് ബൈ ടി എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇതാണ് പ്രൊസീജിയർ. ഫസ്റ്റ് ഗിവൺ ഫംഗ്ഷൻ നമ്മൾ എഫ് ഓഫ് എസ് എന്ന് എടുക്കുന്നു. അതിനെ നമ്മൾ ലോഗിലുള്ള ഫംഗ്ഷനാണ്. സോ ലോഗ് എ ബൈ ബി എന്നുള്ള ഫോമിനെ നമ്മൾ ലോഗ് എ മൈനസ് ലോഗ് ബി എന്നാക്കി. അത് എഫ് ഓഫ് എസ് ആണ്. നൗ വി യൂസ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി, എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഫോർമുല എടുത്തു. അവിടെ നമ്മൾ മൈനസ് ഓഫ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് കണ്ടുപിടിച്ചു. അത് കിട്ടി നമുക്ക്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. അവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് എഫ് ഓഫ് ടിയിലോട്ട് എത്തി. അപ്പോൾ ലോഗരിതം വരുന്ന പ്രോബ്ലംസ് എല്ലാം ഈ രീതിയിലാണ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ലോഗ് 1 മൈനസ് എ സ്ക്വയർ ബൈ എസ് സ്ക്വയർ. അപ്പോൾ ഇതിനെ നമുക്ക് ലോഗ് എ ബൈ ബി എന്ന ഫോമിലോട്ട് ആദ്യം മാറ്റണം. അതിനുശേഷമാണ് നമ്മൾ ഫോമുല അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഗിവൺ എഫ് ഓഫ് എസ് അല്ലെ, ഗിവൺ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ലോഗ് 1 മൈനസ് എ സ്ക്വയർ ബൈ എസ് സ്ക്വയർ. നൗ ടേക്കിംഗ് ദി LCM, this becomes log എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ എസ് സ്ക്വയർ. ഇങ്ങനെ എഴുതാം. ഇനി ഇതിപ്പോൾ ലോഗ് എ ബൈ ബി ആയി. ദിസ് ഇസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ലോഗ് ബി, ലോഗ് എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് ലോഗ് എസ് സ്ക്വയർ. ഓക്കെ,
നൗ L of t into f of t ഫോർമുലയിലോട്ട് വന്നു നമ്മൾ. L of t into f of t is equal to minus d by ds of capital F of s. So this is equal to minus d by ds of log s square minus a square minus log s square. This is equal to minus of d by ds of log s square minus a square. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതും പോലെ 1 by s square minus a square. ഇനി നമുക്ക് ഈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് വേണം. സോ ഇൻറ്റു 2s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് ഇവിടെയും എന്താ? 1 by s square ഇൻറ്റു 2s എന്ന് കിട്ടി. ഒരു എസ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. സോ ദിസ് ബിക്കംസ് 2s by s square minus a square മൈനസ് 2 by s. മൈനസ് പുറത്തുണ്ട്, മൈനസും കൂടെ നമ്മൾ അകത്തോട്ട് എടുത്താൽ ഇത് ഫസ്റ്റ് ടേം ആയിട്ട് എഴുതാം, പോസിറ്റീവ് ആകും. 2 by s മൈനസ് ഇവിടെ എന്താ? 2s by s square മൈനസ് a square ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇൻവേഴ്സ്. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പാണ് ഇൻവേഴ്സിലോട്ട് പോകുന്നത്. അപ്പോൾ ഇൻവേഴ്സ് നമുക്ക് നോക്കാം. നൗ t ഇൻറ്റു എഫ് ഓഫ് ടി. t ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് L ഇൻവേഴ്സ് ഓഫ് 2 by s മൈനസ് 2s by s square മൈനസ് a square ആണ്. ഓക്കെ, അപ്പോൾ 2 രണ്ടിലും കോമൺ ആണ്, നമുക്ക് 2 പുറത്തെടുക്കാം. 2 ഇൻറ്റു ഇനി ഓരോന്നിലായിട്ട് ഇൻവേഴ്സ് അപ്ലൈ ചെയ്യാം. സോ L ഇൻവേഴ്സ് ഓഫ് 1 by s അല്ലേ, ഇവിടെ നമ്മൾ 2 ഔട്ട് എടുത്തു, മൈനസ് ഇവിടെയും 2 ഔട്ട് എടുത്തു. L ഇൻവേഴ്സ് ഓഫ് s by s square മൈനസ് a square. So this is equal to 2 into 1 by s ന്റെ ഇൻവേഴ്സ് 1 ആണ് അല്ലേ, 1 ന്റെ ട്രാൻസ്ഫോം 1 by s. സോ 1 by s ന്റെ ഇൻവേഴ്സ് 1. സോ ദിസ് ബിക്കംസ് 1 മൈനസ് ഇതെന്താ? s by s square മൈനസ് a square ഈസ് cos h a t. ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എഫ് ഓഫ് ടി ആണ്, അത് മറന്നു പോയത്. എഫ് ഓഫ് ടി ആണ് നമുക്ക് വേണ്ടത്. therefore what is f of t? f of t is equal to 2 into 1 minus cos h a t divided by t. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് ലോഗ് എസ് സ്ക്വയർ പ്ലസ് 1 ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1. അപ്പോൾ ഡിനോമിനേറ്ററിൽ പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഹിയർ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ലോഗ് എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1. സോ ദിസ് ഇസ് ഈക്വൽ ടു ലോഗ് എ, ഇത് എയും ഇത് ബി ഇൻറ്റു സി എന്നുള്ള ഫോമിൽ കിടക്കുകയാണ്. അപ്പോൾ ലോഗ് എ എസ് സ്ക്വയർ പ്ലസ് 1 മൈനസ് ലോഗ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 അല്ലേ, എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഒരുമിച്ച് എടുത്തു. അപ്പോൾ ഇതിപ്പോൾ എന്ത് ഫോമാണ്? ലോഗ് എ ബി എന്ന ഫോമാണ്. ലോഗ് എ ബി എന്താ? ലോഗ് എ പ്ലസ് ലോഗ് ബി. സോ ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് എസ് സ്ക്വയർ പ്ലസ് 1 മൈനസ് ലോഗ് എസ് പ്ലസ് ലോഗ് എസ് പ്ലസ് 1 ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന ഫോമിൽ നമ്മൾ മാറ്റി. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് രണ്ടും നെഗറ്റീവ് ആകും. സോ ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് എസ് സ്ക്വയർ പ്ലസ് 1 മൈനസ് ലോഗ് എസ് മൈനസ് ലോഗ് എസ് പ്ലസ് 1. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഇത്രയും നമ്മൾ ചെയ്തു വെച്ചു. അടുത്തത് നൗ എൽ ഓഫ് ടി ഇൻറ്റു f of t. L of t into f of t is equal to minus d by ds of f of s. That is equal to minus d by ds of ഈ ഇത്രയും ഫംഗ്ഷൻ ലോഗ് എസ് സ്ക്വയർ പ്ലസ് 1 മൈനസ് ലോഗ് എസ് മൈനസ് ലോഗ് എസ് പ്ലസ് 1. ഓക്കെ, നമുക്ക് ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവ് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് എസ് സ്ക്വയർ പ്ലസ് 1 നമ്മൾ തൊട്ട് മുന്നേയുള്ള പ്രോബ്ലത്തിൽ എഴുതി 2s ബൈ എസ് സ്ക്വയർ പ്ലസ് 1 അല്ലേ, 2s ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ആണ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞു തന്നത്. മൈനസ് ലോഗ് എസ് ഈസ് 1 ബൈ എസ് മൈനസ് ലോഗ് എസ് പ്ലസ് 1 ദാറ്റ് ഈസ് 1 ബൈ എസ് പ്ലസ് 1. ഓക്കെ, മൈനസ് ഓഫ് ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഇത് രണ്ടും പോസിറ്റീവായി ഇത് നെഗറ്റീവ് ആവും. സോ പോസിറ്റീവായി നമുക്ക് ആദ്യം എഴുതാം 1 ബൈ എസ് പ്ലസ് 1 ബൈ എസ് പ്ലസ് 1 മൈനസ് 2s ബൈ എസ് സ്ക്വയർ പ്ലസ് 1. ഇനി നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. Now therefore t into f of t is equal to L inverse of 1 by s plus 1 by s plus 1 minus 2s by s square plus 1. ഓക്കെ, ഇനി ഓരോന്നായിട്ട് നമുക്ക് ഇൻവേഴ്സ് എഴുതാം. This is equal to inverse of 1, L inverse of 1 by s is 1 plus this is e raised to minus t അല്ലേ, 1 by s plus 1. So e raised to minus t minus 2 into ഇതെന്താ s by s square plus 1 is cos t. Okay,
Now what is therefore what is f of t? F of t is equal to 1 plus e raised to minus t minus 2 cos t divided by t. കണ്ടില്ലേ? അപ്പോൾ എല്ലാം ഒരേ ഫോമിലാണ് വരുന്നത്. ലോഗിൻ്റെ പ്രോബ്ലംസ് എല്ലാം ഒരുപോലെ. എഫ് ഓഫ് എസ് എടുക്കുന്നു, ദെൻ ലോഗ് എ മൈനസ് ലോഗ് ബി ഫോമിലോട്ടാക്കുന്നു, പിന്നെ നമ്മൾ ഡി ബൈ ഡി എസ് കണ്ടുപിടിക്കുന്നു, ടി ഇൻറ്റു എഫ് ഓഫ് ടി കാണുന്നു, എൽ ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ദാറ്റ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? നമ്മൾ എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി കൊണ്ട് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ലോഗിൻ്റെ ഇൻവേഴ്സ് എല്ലാം ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് എ ബൈ എസ്. അപ്പോൾ ടാനിൻ്റെയും കോട്ടിൻ്റെയും പ്രോബ്ലം വന്നാലും, ടാൻ ഇൻവേഴ്സ് കോട്ട് ഇൻവേഴ്സ് എക്സ്, ഇങ്ങനെ രണ്ട് പ്രോബ്ലം വന്നാലും നമ്മൾ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ബൈ ടിയുടെ ഫോമിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ വി ആർ ഗിവൺ എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു, ഹിയർ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എ ബൈ എസ്. ഇനി എന്താ? ടാൻ ഇൻവേഴ്സ് ഓഫ് എ ബൈ എസ്. ഇനി എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി തന്നെ എടുക്കാം. ഡയറക്റ്റ് ആയിട്ട് ലോഗ് വരുമ്പോഴാണ് നമുക്ക് ലോഗ് എ മൈനസ് ലോഗ് ബി ഫോമിലൊക്കെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എടുക്കുന്നത്. ഇവിടെ ഡയറക്റ്റ്ലി ഇത് കഴിഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാം. നൗ എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. So this is equal to minus d by ds of tan inverse of a by s. Tan inverse of a by s ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. tan inverse of x ന്റെ ഡെറിവേറ്റീവ് എന്താ? 1 by 1 plus x square. സോ ഇവിടെ x ന്റെ സ്ഥാനത്ത് a by s ആണ്. സോ മൈനസ് ഓഫ് 1 by 1 plus x square, that is a by s the whole square into a by s ന്റെ ഡെറിവേറ്റീവ് വേണം. a by s ന്റെ ഡെറിവേറ്റീവ് എന്താ? a is a constant. സോ a into 1 by s ന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 by s square. സോ എന്ത് വരും? മൈനസ് a by s square എന്ന് വരും. ഓക്കെ, നമുക്കിതിനെ എൽ സി എം ഒക്കെ എടുത്തൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. മൈനസ് ഓഫ് ഇവിടെ എന്താ വരിക? എ സ്ക്വയർ ബൈ എസ് സ്ക്വയർ. എസ് സ്ക്വയർ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ഇൻറ്റു മൈനസ് എ ബൈ എസ് സ്ക്വയർ അല്ലേ? ഈ എസ് സ്ക്വയർ ന്യൂമറേറ്ററിലോട്ട് പോവും. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഈ മൈനസ് നമുക്ക് പുറത്തോട്ട് എടുത്ത് മൈനസ് ക്യാൻസൽ ചെയ്യാം. മൈനസും മൈനസും പോയി. ഇനി എന്താ പറയുക? ഈ എസ് സ്ക്വയർ ന്യൂമറേറ്ററിലോട്ട് പോകും. എസ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എ ബൈ എസ് സ്ക്വയർ. സോ ദീസ് ടു എസ് സ്ക്വയർ ഗെറ്റ് ക്യാൻസൽഡ് ആൻഡ് വി ഗെറ്റ് എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. സോ ദെയർഫോർ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് എന്താ? സൈൻ 80. സിമ്പിളാണ്, സൈൻ 80. ദെയർഫോർ വാട്ട് ഈസ് എഫ് ഓഫ് ടി? എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താ വരിക? എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ 80 ഡിവൈഡഡ് ബൈ ടി. സൈൻ 80 ഡിവൈഡഡ് ബൈ ടി. ഇപ്പോൾ കോട്ട് ഇൻവേഴ്സിൻ്റെ പ്രോബ്ലം വന്നാലും നമ്മൾ ഇതുപോലെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ്. അപ്പോൾ ഇതുപോലെ ഇനി വരുന്ന പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.